ഹലോ ഗൈസ്, നമ്മൾ സൈക്കിളിൽ കന്യാകുമാരി പോകാൻ പോവാണ്. ഇപ്പോൾ കോളേജ് ഫ്രണ്ടിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. ആ സൈക്കിളിലോട്ട് ഇരിപ്പുണ്ട്. ആദ്യമേ തന്നെ രാഹുലേട്ടൻ്റെയും ബേസിലിൻ്റെ വക ചെറിയൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. സ്പീച്ചൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും രാഹുലേട്ടൻ കൈയൊക്കെ കൊടുത്ത് റൈഡ് തുടങ്ങാൻ വേണ്ടി റെഡിയായി. അപ്പോൾ നമ്മൾ കന്യാകുമാരിയിൽ ഇറങ്ങുവാണ് ഗൈസ്. എല്ലാവരും ഇറങ്ങി ഇതാ പോകുന്നു. നമ്മൾ മൊത്തം എത്ര 6 പേരുണ്ട്. ഞങ്ങളൊരു 5:30 ആയപ്പോഴത്തേക്ക് കോളേജിൽ നിന്ന് ഇറങ്ങി പതുക്കെ സൺസെറ്റൊക്കെ കണ്ട് ആക്കുളം വഴി ഹൈവേയിലോട്ട് നീങ്ങി. ഹൈവേ ചെന്ന് കയറി ലുലുമാളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര തിരക്ക്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് കുറച്ച് പേര് വന്നപ്പോഴത്തേക്ക് പിന്നെയും ബ്ലോക്ക്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടിട്ട് 6:30 ആയപ്പോഴത്തേക്ക് കോളം എത്തി. അവിടെ നിന്ന് നിർത്തി എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് റെസ്റ്റ് എടുത്തു. 1 2 3 4 5 6 എല്ലാവരും ഉണ്ട്. ചുമ്മാ നിർത്തിയതാ, ബാക്കി പോവാം. കോളത്ത് നിന്ന് എടുത്തു കഴിഞ്ഞ് പാറശാല വരെ ഒറ്റ പിടിയിലായിരുന്നു. നല്ല അടിപൊളി റോഡല്ലേ. നമ്മൾ ലൈറ്റൊക്കെ ഓണാക്കി നേരെ അങ്ങ് വിട്ട്. ഗൈസ്, നമ്മൾ പാറശാല എത്തി. ഇവിടെ നിന്ന് ഇനി വളഞ്ഞ് മുകളിൽ കൂടെ കയറി പോകണം. അതായത് ഇവിടം വരെ ഉള്ളൂ ഈ നല്ല റോഡ്. ഈ ഹൈവേ ഇല്ലേ, ഇത്ര നേരം നമ്മൾ വന്ന ഈ 4 ലൈൻ ഹൈവേ ഇവിടം വരെ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് മേലോട്ട് കയറി പോകണം. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ് അവന്മാർ വരാൻ വേണ്ടിയിട്ട്. അവന്മാർക്ക് വഴി അറിയാവുന്ന അറിയത്തില്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് പകുതി ആയിട്ടുണ്ട്. 40 കിലോമീറ്റർ, ഇനി 60 കിലോമീറ്റർ ബാക്കിയുണ്ട്. നല്ലോണം തിളങ്ങുന്നുണ്ട്. ആ സൂപ്പർ. ഇതിനകത്ത് നല്ല വെളിച്ചമുണ്ട്. അതെ. ഓ ഏതാ? ആ ഇതാണ് ഗൈസ് നമ്മുടെ ബാക്ക് ലൈറ്റ്. അങ്ങനെ എല്ലാവരും വന്നു ഗൈസ്. അപ്പോൾ മൊത്തം 6 സൈക്കിളായി. അപ്പോൾ അമ്മമാരെ കുറച്ച് ആ കടയിലോട്ട് എന്തോ കഴിക്കാൻ വേണ്ടി പോയി. നമുക്ക് ബാക്കി പോവാം. ഒന്ന് റെഡിയായിട്ട് ഇറങ്ങാം. അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞ ഒരു 8:15 ആയപ്പോഴത്തേക്ക് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് തമിഴ്നാട്ടിൽ കയറി. തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞ് റോഡിൽ മൊത്തം കുണ്ടും കുഴിയാണെങ്കിലും രാത്രി ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. തെങ്കപ്പട്ടണം ലെഫ്റ്റ്, തിരുനെൽവേലി നേരെ, നമ്മൾ കന്യാകുമാരി നേരെ. ഇതൊരു ഫ്ലൈ ഓവർ ആണോ എന്തു സാധനം, പാലമാണോ എന്തുവാണോ എന്തോ. എന്ത് ബ്രേക്ക് ഡൗൺ ആയോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മേളിലും ബ്ലോക്കായി. ഒരു ഓട്ടോക്കാരൻ എങ്ങനെ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൈഡിൽ കൂടെ പോലും എടുത്തുകൊണ്ട് പോകാൻ വഴിയില്ലാതായി. ഗൈസ്, നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ നിർത്തി. ഇപ്പം 2 പേര് വരാനുണ്ട്. അവന്മാർക്ക് വെയിറ്റും കൂടെ ചെയ്യണം. നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് പോലും കഴിക്കാൻ ആലോചിക്കുന്നത്. നോൺ വെജൊക്കെ കുറച്ച് റിസ്ക് ആണ് തമിഴ്നാട്ടിൽ. അപ്പോൾ അവന്മാരെ കാണുന്നുമില്ല. വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കയറി ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മളാ കടയിൽ കയറി നല്ല ചൂട് ദോശയും വടയും കഴിച്ചു. ഗൈസ്, നമ്മളെല്ലാം എടുത്തിട്ടു, സാധനങ്ങളൊക്കെ വെച്ചു. അപ്പോൾ തിരിച്ചിറങ്ങാൻ പോവാണ്. നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ കയറിയത് തന്നെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് 10:45 ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഗൈസ്, നാഗർകോവിലാവാറായി. ഇടയ്ക്ക് ചുമ്മാ നിർത്തിയതാ. ഈ റോഡിൻ്റെ രാത്രിയുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ട്രക്കുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഈ ഒരു ഒറ്റ വീഡിയോ തന്നെ എത്ര ട്രക്കാണ് പോകാൻ നോക്കിയോ. ആദ്യം ഒരെണ്ണം പോയി, ഇതാ 2, ഫ്രണ്ടിൽ പോകുന്നത് 3, സൈഡിൽ വരുന്ന 4, അതിൻ്റെ ബാക്കിൽ ഒരെണ്ണം വരുന്നുണ്ട് 5. ഇഷ്ടംപോലെ ട്രക്കാണ്. അങ്ങനെ നമ്മൾ നാഗർകോവിൽ ടൗൺ എത്തി. നമുക്ക് പരിചയമുള്ളൊരു ചേട്ടൻ വഴി നാഗർകോവിൽ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ആ സ്റ്റേ തപ്പി ഇറങ്ങി. പുള്ളിക്കാരെ അയച്ചു ലൊക്കേഷൻ നോക്കി നമ്മൾ കറക്റ്റ് സ്പോട്ടിലെത്തി. ഗൈസ്, നമ്മളങ്ങനെ നാഗർകോവിലെത്തി. അപ്പോൾ നമ്മൾ നാഗർകോവിലാണ് ഉള്ളത്. ഇവിടെ ഒരു ചേട്ടൻ നമുക്ക് സ്റ്റേയും ഫുഡും, രാത്രി നിൽക്കാനുള്ള സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ രാത്രി 12 മണിയായപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നിവിടെ നിന്നിട്ട് നാളെ രാവിലെ പോയാൽ മതി എന്ന് പുള്ളി പറഞ്ഞു. ഇത് നമുക്ക് പുള്ളിക്കാരൻ സൈക്ലിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പുള്ളിയാണ്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടത്, ഞങ്ങൾ ക്ലബ്ബ് വഴി പരിചയപ്പെട്ടതാണ്. അപ്പം നമുക്കിതാണ് സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നേക്കുന്നത്. ഇത് പുള്ളിക്കാരൻ്റെ തന്നെ വീടാട്ടോ. ആക്ച്വലി പുള്ളിക്കാരൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നതാണ്. ഇത് പക്ഷേ പുള്ളിക്കാരൻ്റെ വീടാണ്. ഇന്നിപ്പം ഡിപ്പാർട്ട്മെൻറ്റ് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് പുള്ളിക്കാർ ഇവിടെ തന്നെ നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈക്കിൾ നമ്മളിവിടെ വെച്ചു. ഇത് വായിക്കുന്ന പുള്ളി തന്നെ സൈക്കിളാണ്. അപ്പം സ്റ്റേ ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ അകത്ത് കയറി കാണിച്ചു തരാം. AC വരെ ഉണ്ട്. ഇതുണ്ടോ? അതാ ബാത്റൂം ഉണ്ട്. അതാ ഇതൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ്. ഇത് നോക്ക്. എടാ, ബാത്റൂം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ മോനെ, എടാ ഒരു രക്ഷയില്ല. ഇത് പുള്ളിക്കാരൻ്റെ സൈക്കിളാട്ടോ. ഇത് പുള്ളിയുടെ മോൻ്റെ, ഇത് ഭാര്യയുടെ, ഇത് മോളുടെ, ഇതൊക്കെ പറഞ്ഞ്. എടാ ഒരു രക്ഷയില്ല. ഇത് ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. പുള്ളിക്കാരനെ പരിചയപ്പെടുത്താം. ഞാൻ തിന്നു തുടങ്ങി. അപ്പോൾ ഈ ചേട്ടൻ നമ്മൾ സ്റ്റേ ഒക്കെ ഒരുക്കി തരുന്നത്. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യാനും പിന്നെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ പുള്ളി പറയും. നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ കന്യാകുമാരി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മലയാളീസാണ് നമ്മൾക്ക് നമ്പർ 1
നമ്പർ ഓഫ് ഗസ്റ്റ് അധികം നമുക്ക് കേരളയിലുണ്ട്. അതിനുകൊണ്ടാണ് ഞാൻ ഇത് സൈക്കിൾ റൈഡിക്ക് ഇങ്ങനെ നമ്മൾ ഒരു സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇത് ഫോളോ ചെയ്യുന്ന മെമ്പേഴ്സ്, ഇഫ് അറ്റ് ആൾ യു ആർ കമ്മിങ് ഇൻ സൈക്കിൾ യു ക്യാൻ സ്റ്റേ, ഇവിടെ താമസിച്ചിട്ട് പോവാം. പിന്നെ കന്യാകുമാരി കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ കന്യാകുമാരിയിലുണ്ട്. അവർ ഏത് സഹായം ഉണ്ടെങ്കിലും ചെയ്തു തരും. പിന്നെ അവിടെ ടൂറിസ്റ്റ് വാർഡൻ എല്ലാം മലയാളീസാണ്, അവരെല്ലാം എക്സ് സർവീസ്മെൻ, എല്ലാവരും നിയർ ട്രിവാൻഡ്രം ഓൺലി. അത് ഏമല്ല, ടൂറിസ്റ്റ് വാർഡൻ നമ്മൾക്ക് 5 ലാംഗ്വേജുള്ള ആൾ தான் ടൂറിസ്റ്റ് വാർഡനാണ് പോകണം. പിന്നെ നമ്മൾക്ക് കന്യാകുമാരി സീറ്റ് പക്കം വന്നതിനാൽ അവർ എല്ലാവരും മലയാളത്തിൽ they are very fluent. So I welcome all Malayalis to meet Kanyakumari and support Tamil Nadu tourism. As well as I am very much supporting cyclists. That's all. Very simple. I want to promote cycling. നമ്മളിപ്പോൾ നാഗർകോവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ലൈക്ക് വി ഹാവ് 20 more kilometers. നമ്മളെല്ലാവരും ഡെഡാണ്. ആൻഡ് ചേട്ടൻ നമ്മളെ കൈകൾ കൊണ്ട് സ്വീകരിച്ചിരിക്കുന്ന ഇവിടെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, നമുക്ക് കഴിക്കാൻ പഴങ്ങളാണെങ്കിലും നമുക്ക് ഒന്ന് ഫ്രഷപ്പ് ആവാനായിട്ട് ടവൽസ്, എവറിത്തിങ്, എല്ലാ സെറ്റപ്പോടും കൂടെ ഇപ്പൊ സൈക്ലിനാണെങ്കിൽ പമ്പ്, ലൂബ്രിക്കൻസ്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ചേട്ടാ താങ്ക് യു സോ മച്ച്. ഗൈസ് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ കിടന്ന് ഉറങ്ങി. ഇപ്പോൾ രാവിലെ എണീറ്റേ ഉള്ളൂ. ഇതാ ഒരത്തിപ്പോഴും കിടന്ന് ഉറങ്ങുന്നേ ഉള്ളൂ. ഇവിടെ നമ്മളിങ്ങനെ ഇത് ഫുള്ള് വിരിച്ചിട്ടിട്ട് ഇവിടെ കിടന്നുറങ്ങി. ഓ സംഭവം നല്ല ഉറങ്ങി കിട്ടി. എന്തായാലും പുള്ളി ഒരു മഹാനാണ്, ഒരു രക്ഷയില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ റെഡി ആവുക. ആക്ച്വലി നമ്മൾ നല്ല ലേറ്റാണ്, ഇപ്പോൾ 8 മണിയായി ഓൾറെഡി. ഗൈസ് പുള്ളി നമുക്ക് ഫുഡൊക്കെ കൊണ്ടു തന്നു. ഇതാ ഉപ്പുമാവും പാത്രം കൊണ്ടുവന്നു. അതാ ഇത്ര മാത്രം ഇവിടെ ഇരുന്ന് ഇന്നലെ കണ്ടില്ലേ, മൊത്തം നിരത്തി വെച്ചിരുന്നേ, അത് മൊത്തം കഴിച്ചു. കപ്പലിന് മുട്ടായി മൊത്തം തീർന്നു. നമുക്ക് പിഴിയാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ അതും തീർത്തേനെ. അയ്യോ സൂപ്പർ ഫുഡായി. എല്ലാം എടുത്തോടാ. അപ്പം നമുക്ക് ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങാം. ഇപ്പോൾ നിൽക്കുന്നവർ പുള്ളി സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് പോകാനുള്ള. Thank you so much for hosting us. We are deeply grateful. We are eternally grateful for this. Okay. Continue and ask others also to. We'll promote this house only. Help, you also help other cyclists. Okay? In need. Okay. അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങുവാണ് ഗൈസ്. നമ്മൾ താങ്ക്സ് ഒക്കെ പറഞ്ഞു ഇറങ്ങുവാണ്. അപ്പോൾ ഇത് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല, പുള്ളി അത്ര ഒരു സഹായം ചെയ്തത്. അപ്പോൾ അതാ എല്ലാവരും വരുന്നുണ്ട്. നാഗർകോവിലിൽ നിന്ന് കന്യാകുമാരിയുള്ള റോഡ് നല്ല രസമായിരുന്നു. ചെറിയൊരു ഇറക്കവും 2 സൈഡിലും നല്ല വ്യൂവും. നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ കന്യാകുമാരിയിലോട്ട് നീങ്ങി. ഇത് കന്യാകുമാരി ടു മധുര വഴി പോകുന്ന ഹൈവേയാ. അപ്പോൾ ഇതിൻ്റെ പേരെനിക്കായിട്ട് അറിയത്തില്ല. ഇതായി NH അവസാനിക്കാറായിരിക്കുന്നു. ഇവിടം വരെ റോഡുള്ളത് കണ്ടോ, അപ്പുറത്ത് കടൽ കണ്ടോ. ഏതാ വ്യൂ അല്ലേ ഗൈസ്. നമ്മൾ ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചു. നമ്മളിത് മറ്റേ പുള്ളി പറഞ്ഞായിരുന്നു ഇവിടെ വന്നാൽ മതി സഹായിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചു. ഇവിടെ അമ്മമാർക്ക് അകത്ത് ഒരു റെസ്റ്റ് എടുക്കുന്നുണ്ട്. സൈക്കിളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അകത്തോട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ബാക്കി സ്ഥലങ്ങളെ കാണാൻ വേണ്ടി പോവാം. സംഭവം ഇവിടെ വൻ സെറ്റപ്പാണ്. ഇവർ ഭയങ്കര സപ്പോർട്ടീവാണ് നമുക്ക് എല്ലാത്തിനും. നമുക്കിപ്പം ഇരിക്കാനൊക്കെ സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ബാക്കി പോവാം, സ്ഥലമൊക്കെ കാണാൻ വേണ്ടി പോവാം. അത് കഴിഞ്ഞ് നമ്മൾ ത്രിവേണി സംഘത്തിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. അവിടുത്തെ തിരക്ക് പിടിച്ച മാർക്കറ്റിനിടയ്ക്കൂടെ നമ്മൾ പതുക്കെ സൈക്കിൾ ഉരുട്ടി അങ്ങോട്ടേക്ക് നടന്നു. ആ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ 2-3 ഓഫീസേഴ്സ് നമുക്ക് സ്ഥലം കാണിച്ചതിനായിട്ട് നമ്മുടെ കൂടെ തന്നെ വന്നു. നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇതാണ് ത്രിവേണി സംഘം. ആ കാണുന്നതൊക്കെ മാർക്കറ്റാണ്. പിന്നെ ഇതൊരു റെസ്റ്റിംഗ് പ്ലേസ് പോലെ. ഇവിടെയാണ് ഈ 3 കടലും കൂടെ ചേരുന്നത്. കണ്ടോ, ഈ കടലും ആ കടലും അപ്പുറത്തെ കടലും. ആ കാണുന്നത് മറ്റേ വിവേകാനന്ദ പാറ, അതാ മറ്റേ സ്റ്റാച്യു. അപ്പോൾ
ഇപ്പോൾ ആൾക്കാർ ഇറങ്ങാറൊക്കെ ഉണ്ട്. ആ കാണുന്ന കടൽപ്പാലം ഇല്ലേ, അങ്ങോട്ട് നീണ്ടു കിടക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ചെന്നാൽ നല്ല രസമാണെന്നാണ് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ കടൽപ്പാലത്തിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ശരിക്കും 1 കിലോമീറ്ററോളം നടക്കാനുണ്ടെന്ന്. പൈസപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ആ പോയിന്റിൽ നമുക്ക് എത്തണം. കളർ വ്യത്യാസം കണ്ടോ കടലിൻ്റെ? ഇത് അവിടെ കണ്ടോ, ഡാർക്ക് ബ്ലൂ, ഇവിടെ ലൈറ്റ് ബ്ലൂ. നമ്മളങ്ങനെ അങ്ങോട്ട് ഉരുട്ടിക്കൊണ്ട് പോവാണ് ഗൈസ്. ഇത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കുഴികളുള്ളതിനാൽ നമുക്ക് അങ്ങനെ അങ്ങ് ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് പോയിട്ട് നടക്കത്തില്ല, ഇത് ഉരുട്ടാൻ പറ്റുന്നില്ല, മൊത്തം കുഴിയാണ്. അപ്പോൾ പിന്നെ എടുത്തുകൊണ്ട് പോവാം. നമ്മളങ്ങനെ സൈക്കിൾ എടുത്തുകൊണ്ട് നടക്കുവാണ്. ഇത് കണ്ടോ, അതല്ല അതൊരു രക്ഷയില്ല, ഇത് അത്രയും മോശം വഴിയാണ്. അതുകൊണ്ട് നമ്മൾ പൊക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. ഇനി കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. ഇതുപോലെ അവിടെ എത്തണം. സൈക്കിൾ ഇവിടെ എത്തിച്ചു ഗൈസ്. അയ്യോ, എടുത്തുകൊണ്ട് നടന്ന് മടുത്ത്. ഇവരുമുണ്ട്, ഇതോ പോയിരിക്കുന്നൊരുത്തൻ, അവനാദ്യം എത്തിയേ. കുറേ ഇതോ ഇങ്ങനെ തന്നെ കൊണ്ടുവരുന്നത്, എടുത്തുകൊണ്ട് നടക്കുക കണ്ടോ. എന്തായാലും നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി സൈക്കിൾ പൊക്കിക്കൊണ്ട് ഇവിടം വരെ വന്നിരിക്കുന്നു. വെറുത്താതോ അല്ലേന്ന് ഫോട്ടോ എടുക്കാൻ. അയ്യോ, ഫോട്ടോ എടുക്കാൻ വേറെ ആരും ഇല്ലല്ലോ, അതിനാരെങ്കിലും വിളിക്കേണ്ടി വരും. കന്യാകുമാരി വരെ സൈക്കിൾ നമ്മളെ കൊണ്ടുവന്നു. ഇനി നമ്മൾ സൈക്കിളിനെ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ. 1 2 3 4 സൈക്കിൾ ട്രയാങ്കിൾ പോലെ വെച്ച് എഴുതാം. ഗൈസ് ഇവിടെ നോക്കിയാൽ ഫുള്ള് 360 ഡിഗ്രി വ്യൂ ആണ് കണ്ടോ, എല്ലാ സൈഡിലും വ്യൂ ആണ്. അതായത് നമ്മൾ നല്ല കടലിനകത്താണ് നിൽക്കുന്നത്. 1 കിലോമീറ്റർ കടലിനകത്താണ്. അവിടെ നടന്ന് തുടങ്ങി ഇവിടം വരെ വന്നു. മൊത്തം 1 കിലോമീറ്റർ ഉണ്ട് നടക്കാനായിട്ട്. ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആൾക്കാർ കൂടും കേട്ടോ, അങ്ങോട്ടുള്ള അധികം കയറാണ്ട് ആൾക്കാർ വരും. ഇപ്പം തന്നെ അത് ആൾക്കാർ കയറി തുടങ്ങിയല്ലോ, പണി ഫുള്ളായിട്ടില്ല, എന്നിട്ടും ആൾക്കാർ കയറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആൾക്കാർ കയറി നിൽക്കുന്നത്. വ്യൂ പോയിൻ്റ് അടിപൊളി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാൽ ഫുള്ള് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി തിരിച്ചു പോകാം. ഇതെടുത്തുകൊണ്ട് ബാക്കി നടക്കാം. ഇനി അങ്ങറ്റെത്തിയിട്ട് അങ്ങറ്റത്തെത്തിയിട്ട് വേണം വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നതെന്ന് ആലോചിക്കുക. നാക്കും വഴങ്ങുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്ന് വന്ന സ്ഥലത്തെത്തി. തിരക്ക് കാരണം സൈക്കിൾ തെള്ളിക്കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ചവിട്ടുന്നതാണെ ആലോചിക്കുക വേണ്ട. ഗൈസ് നമ്മളങ്ങനെ ആ സ്ഥലമൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് ഇവിടെ കയറി കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുത്ത്. എന്തായാലും ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു വളരെ നന്ദി പറഞ്ഞേ പറ്റൂ. സംഭവം അവർ കുറച്ച് സഹായിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിരിക്കണം. ഇവിടുന്ന് ഒരു ഫുഡ് കഴിക്കാൻ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് പതുക്കെ തിരിച്ചു പോകണം. നമ്മളത് കഴിഞ്ഞ് അവർക്കൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. താങ്ക്സ് ചേട്ടാ. ശരി. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. വാ ഫുഡ് കഴിക്കാൻ കയറാം. വാ ഗൈസ്, നമുക്ക് വന്ന സാധനം വെച്ച് കഴിച്ചു നോക്കാം. കുറച്ചുകൂടെ വരാനുണ്ട്. സൂപ്പറാ ഗൈസ്, അല്ലേ? തമിഴ്നാട് സ്റ്റൈൽ സദ്യ. നമുക്കിനി ഇവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് വെയിലാന്നിട്ട് പോകാൻ ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ആകുമ്പം ഇരിക്കാൻ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. വെറുതെ ഈ വെയിലത്ത് ചവിട്ടി ക്ഷീണിക്കണ്ടല്ലോ. കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് കുറച്ചും കൂടെ വെയിൽ ആന്നിട്ട് ഇറങ്ങാം. ഞങ്ങൾ അങ്ങോട്ട് പോയ 6 പേര് 4 പേര് തിരിച്ച് ട്രെയിനിൽ പോവാണെന്ന് പറഞ്ഞു. ചിലവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുകൊണ്ടും ചിലരുടെ സൈക്കിളിന് പണി കിട്ടിയോണ്ടും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അങ്ങനെ അവന്മാർക്ക് ബൈ പറഞ്ഞിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി. അവന്മാർ റെയിൽവേ സ്റ്റേഷനിലോട്ടും ഞങ്ങൾ തിരിച്ച് വന്ന വഴി സൈക്കിളിലോട്ടാനും. ഇനി നമ്മൾ 2 പേർ മാത്രം. നമ്മളിവിടെ തിരിച്ചു. നമ്മളിപ്പോൾ കന്യാകുമാരി തന്നെയാണ് ഉള്ളത്. തിരിച്ചതേ ഉള്ളൂ. ഇനി പോകാൻ ഏകദേശം 100 കിലോമീറ്ററിന് ബാക്കിയുണ്ട്. അങ്ങനെ ഒരു 4:00 ഞങ്ങൾ അവിടെ തിരിച്ചു. ഞങ്ങൾ അപ്പോൾ വിചാരിച്ച് പതുക്കെ റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ അങ്ങ് പോകാമെന്ന്. അങ്ങനെ വന്ന് നാഗർകോവിൽ ടൗൺ ആയപ്പം ചായ കുടിക്കാൻ നിർത്താമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഉള്ളത് നാഗർകോവിൽ ടൗണിലാണ്. ചായ കുടിക്കാൻ നിർത്തിയേക്കുവാ. ചായ പറഞ്ഞിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ ഇങ്ങോട്ടൊന്ന് ബ്ലോക്ക് ആയി കിടന്ന ഫ്ലൈ ഓവർ എത്തി. സൺസെറ്റ് ഉണ്ടോ ഗൈസ്? ഒരു രക്ഷയില്ല. വ്യൂ നോക്ക്. ആ സമയത്ത് ഫ്ലൈ ഓവറിന് മുകളിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു. ഒരു സൈഡിൽ വലിയ കുറേ മലകളും മറ്റേ സൈഡിൽ അടിപൊളി സൺസെറ്റും. ഈ യാത്രയിൽ ഏറ്റവും ഭംഗിയുള്ള വ്യൂ ഇതായിരുന്നു. ഞങ്ങളത് കണ്ട് ആസ്വദിച്ച് പതുക്കെ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് താഴെ എത്തിയപ്പോൾ ഒരു തടാകം ഉണ്ടായിരുന്നു. അതും ഈ സന്ധ്യ സമയത്ത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദൂരം നേരെ ഒറ്റയടിക്ക് കവർ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തി. ഇനി 58 ഞാൻ പറയാൻ ഉദ്ദേശിച്ച് ഇനി 58 കിലോമീറ്റർ പോകാനുണ്ടെന്നാണ്. അത് നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണുമല്ലോ. പിന്നെയും കുറേ ദൂരം വന്നിട്ട് കേരളം ആവുന്നതിന് കുറച്ച് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി.
അവിടെ കയറി നമ്മൾ ലൈറ്റായിട്ട് ഒരു 5-6 തട്ട് ദോശയും ഒരു ഓംലെറ്റും കഴിച്ചു. പാറശാല എത്തി ഗൈസ്. ഇനി നമ്മുടെ സ്വന്തം ഹൈവേ, അവർ ഫേവറേറ്റ് ഹൈവേ. ആ പരട്ട റോഡിൽ നിന്നും നമ്മളിതാ നല്ല റോഡിലേക്ക് കയറാൻ പോകുന്നു. യെസ്, വി ആർ റെസ്ക്യൂഡ്. അമ്മേ ഹമ്പ്, വി ആർ റെസ്ക്യൂഡ് ഗൈസ്. നല്ല റോഡിൽ കയറിയാച്ച് ഗൈസ്. നമ്മളങ്ങനെ കാഞ്ഞിരാംകുളം ആവാറായി. ഇപ്പം 35 കിലോമീറ്റർ ബാക്കിയുണ്ട്. ആയിട്ടില്ല, അത് കുറച്ചുകൂടെ അപ്പുറത്താണ്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ NH ഉള്ളത്. ഏതാ റോഡല്ലേ, മറ്റേ സാധനത്തിൽ നിന്നുണ്ടല്ലോ ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് നല്ല സമാധാനം. അതെന്തുവാ അത്, നടു ഇളകി പരിപ്പിളകി. അതായിരിക്കും സൈക്കിൾ 1 സൈക്കിൾ 2, നമ്മൾ 2 പേർ. അവിടെ നിന്ന് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെ നമ്മൾ ഇറങ്ങി കുറച്ച് ദൂരം ഇനി വന്നപ്പോൾ ഇവൻ്റെ ചെയിനൊന്ന് കക്കി. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമ്മളത് 2 മിനിറ്റ് തന്നെ ശരിയാക്കി ബാക്കി പോകാൻ വേണ്ടി റെഡിയായി. അങ്ങനെ നമ്മൾ വന്ന് കോളമൊക്കെ കഴിഞ്ഞ് പതുക്കെ ടോൾ ഗേറ്റൊക്കെ എത്തി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അപ്പോഴത്തേക്ക് നല്ലോണം ക്ഷീണിച്ച് ഗൈസ്. നമ്മളങ്ങനെ ഈഞ്ചക്കിലെത്തി. ഇതാ മലബാർ ബൈക്സിൽ കയറി ചായ കുടിക്കുവാണ്. ഞാൻ ഒരു സാധനം, ഇതിൻ്റെ പേരും കിടഞ്ഞൂടാ, എന്തോ അകത്ത് ചിക്കനൊക്കെ ഉണ്ട്, കൊള്ളാം. ഇനി 10 കിലോമീറ്റർ പോകാൻ ബാക്കിയുള്ളൂ. നമ്മൾ ഇത്രയും ദൂരം വന്ന് ഈഞ്ചക്കലെത്തി. ഇതാ സൈക്കിൾ ഇതായിരിക്കുന്നു, വിഷ്ണു ഇതാ നിൽക്കുന്നു. അപ്പോൾ നമ്മളിത് കഴിച്ച് ചായ കൂടെ കുടിച്ചിട്ട് ബാക്കി പോവാം. അങ്ങനെ നമ്മൾ പതുക്കെ വന്ന് ലുലു മാളിൻ്റെ അവിടെ എത്തി. കോളേജിനോട് എടുക്കുന്നത് സന്തോഷം കൂടി വന്നു. ഇപ്പോൾ എത്തുമല്ലോ എന്നൊരു മോട്ടിവേഷൻ. ഗൈസ്, നമ്മളങ്ങനെ തിരിച്ച് കോളേജിലെത്തി ഗൈസ്. 200 കിലോമീറ്റർ കൂടുതൽ സൈക്കിൾ ഓട്ടി കന്യാകുമാരി പോയിട്ട് നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ ഈ യാത്ര അവസാനിച്ചിരിക്കുന്നു. സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. അടിപൊളി അനുഭവമായിരുന്നു. നല്ലോണം ക്ഷീണിച്ച്. എൻ്റെ ലോങ്ങസ്റ്റ് റൈഡാണ്, അടിപൊളിയായിരുന്നു. വിഷ്ണു എന്താ പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ മൊത്തം 200 കിലോമീറ്റർ സൈക്കിൾ ഓട്ടി. സൈക്കിൾ ചവിട്ടാനായിട്ട് 12 മണിക്കൂർ എടുത്തു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ട്രാവയ്ക്കകത്ത് റെക്കോർഡ് ചെയ്ത ആക്ടിവിറ്റിയും റൈറ്റ് സൈഡിൽ കാണുന്നത് പോളാർ BT എന്ന് പറഞ്ഞ വാച്ചിനകത്ത് റെക്കോർഡ് ചെയ്തു. ഈ വാച്ച് ഞാൻ പല സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടേ ഇല്ല, അതുകൊണ്ടാണ് ഇതിനകത്ത് സമയം 17 മണിക്കൂറെന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.